വലിച്ചു വെട്ടി ഇത് സ്പീഡിൽ ഇത് അരിഞ്ഞു വെച്ചിട്ട് ഇത് എവിടെ പോകാനായിട്ടാന്ന് വിചാരിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ സമയം പോയി. ഓൾറെഡി 1 മണി ആകാറായേ. 12:30 കഴിഞ്ഞ് എന്താണെങ്കിലും. അപ്പൊ പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞ് ചാറ് കറി വെക്കാന്ന് വിചാരിച്ച് തക്കാളിക്ക ചാറേ. സത്യത്തിൽ ഞാനിത് മോരൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മോരല്ലല്ലോ തൈര്. തൈര് വാങ്ങിച്ചിട്ട് ഇന്നത്തെ പരിപാടി ചാറ് കറി എന്നുള്ളത് അതിലങ്ങ് ആക്കാന്ന് വിചാരിച്ചതാണേ. അതിനകത്ത് അങ്ങ് ഒതുക്കിയേക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. തൈരിന് വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്നപ്പം തൈര് അവിടെ ഇല്ല. ചീറ്റിപ്പോയി. പണി പാൽവെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം തിരിച്ചു വന്ന് തക്കാളിക്ക ചാറ് വെച്ചേക്കാന്നങ്ങ് വിചാരിച്ചിട്ടാകുമ്പോൾ എളുപ്പം പരിപാടി കഴിയുമല്ലോ. അപ്പം എന്താണെങ്കിലും തക്കാളി, സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെള്ളം ഒഴിച്ച് വെച്ചേ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് തേങ്ങ ചിരണ്ടുക എന്നുള്ളത്. ചിരണ്ടാതിരിക്കാൻ പറ്റത്തില്ലാത്തത് കാരണം തേങ്ങ അങ്ങ് ചിരണ്ടി. പിന്നെ സമയവും പോയല്ലോ. ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഞാനാണെങ്കിൽ എപ്പോൾ തേങ്ങ ചിരണ്ടിയാലും എൻ്റെ കൈയുടെ എവിടെയെങ്കിലും ഒന്ന് മുറിയും. എന്താണെങ്കിലും തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ച് കലക്കി എടുക്കാം കേട്ടോ. തക്കാളി ആകുമ്പോൾ ചാറ് വെക്കാൻ എളുപ്പമല്ലേ, പെട്ടെന്ന് വെന്തോളുമല്ലോ. തേങ്ങ ഒക്കെ ചിരണ്ടിയത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. എൻ്റെ ദൈവം, എൻ്റെ മഞ്ഞൾപ്പൊടിയുടെ അടപ്പ് താഴെ പോയി. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാവേ. അപ്പോൾ എല്ലാവരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. ഓൾറെഡി സമയമൊക്കെ എത്ര ആയില്ലേ. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കകത്തും ലേറ്റ് ആയിപ്പോയി കേട്ടോ. രാവിലെ മുതൽ ഇന്ന് മൊത്തത്തിലൊന്ന് കുളമായിരുന്നു. ഓരോ ദിവസവും ഓരോ രീതിയാണേ. ചില ദിവസം രാവിലെ തന്നെ എല്ലാ പരിപാടികളും തീർന്ന് ഫ്രീ ആയിട്ട് ചുമ്മാ ഇരിക്കും. അപ്പോഴാണ് ബോറടിച്ച് പണ്ടാരടങ്ങും. ഇപ്പോഴാണെങ്കിൽ പണിയേ തീരുന്നില്ല. അപ്പം തക്കാളിക്കായ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ മിക്സിയിൽ അരച്ച് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ കോഴിക്കോട് തുറക്കാൻ പോവാണേ. കോഴിയെ ഇത്ര സമയമായിട്ട് ഞാൻ തുറന്നു വിട്ടില്ല. അതവിടെ കിടന്ന് പൂരം ബഹളമായിരുന്നു. അപ്പം എന്നാൽ അതൊന്ന് തുറന്നു വിട്ടേക്കാന്ന് വിചാരിച്ച് മുകളിലോട്ട് കയറുക. തുറന്നു വിടുക എന്നുള്ളത്, രാവിലെ തുറക്കുക എന്നുള്ളത് എൻ്റെ ജോലി, വൈകിട്ട് അടയ്ക്കുക എന്നുള്ളത് അച്ചാച്ചൻ്റെ ജോലിയുമാണേ. വൈകിട്ട് അടയ്ക്കാനായിട്ട് ഞാൻ ആ ഏരിയയിലോട്ട് പോകത്തില്ല. വൈകിട്ട് അച്ചാച്ചൻ പൊക്കോളും. രാവിലെ ഞാൻ തന്നെ കയറണം. എൻ്റെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉച്ചയാകും. അത് വേറൊരു സത്യം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ച് വെച്ചതും കൂടെ അതിനകത്തോട്ട് ചേർക്കാം. കൂട്ടത്തിൽ തന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുവാണേ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴുകണ്ടേ. അത് കാരണം ഒന്ന് കൂട്ടത്തിൽ തന്നെ അങ്ങ് കഴുകിയേക്കാന്ന് വിചാരിച്ചേട്ടാ. അപ്പം തക്കാളിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചതും കൂടെ അങ്ങ് ചേർത്തേക്കുവാണേ. ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട്. കടുക് താളിക്കാൻ നേരത്ത് ഇടാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ ചെറുക്കൻ ദാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണേ. വീഡിയോയുടെ കാര്യം ഓർത്തില്ല. പയ്യെ വന്നപ്പോഴാണ് ക്യാമറ കണ്ടത്. സോറി, ഫോൺ കണ്ടത്. ദേ കണ്ടോ വെന്ത് സെറ്റായിട്ട് വന്നത്. അപ്പം ഇതിലേക്ക് ഞാൻ ദാ അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിക്കുവാണേ. ഇവിടെ തക്കാളിക്ക് ചാറ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ചാറ് മതി, കഷ്ണമൊന്നും വേണ്ട. തക്കാളിയൊക്കെ മിക്കവാറും അവസാനം അടിയിൽ തന്നെ കിടക്കും. ഇതിൻ്റെ ചാറ് മാത്രം കൂട്ടിയായിരിക്കും എല്ലാവരും ചോറുണ്ണുന്നത്. അതിപ്പോൾ സാമ്പാർ വെച്ചാലും അങ്ങനെ തന്നെ. സാമ്പാറിൻ്റെ ചാറ് മതി, ആർക്കും കഷ്ണം വേണ്ട. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, സാമ്പാർ വെച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ കഷ്ണമെല്ലാം നന്നായിട്ട് അങ്ങ് ഉടയ്ക്കും അന്നേരം തന്നെ. അപ്പം തേങ്ങയൊക്കെ ആ, നമ്മുടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കി അവിടെ ഇരുന്നേ. തിളപ്പിക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കടുക് വറുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ടാണ്. താളിക്കത്തില്ലേ നമ്മൾ. അപ്പം അതിന് കടുകും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച സവോളയുടെ കുറച്ച് പീസും, പിന്നെ ഞാൻ ഒരിക്കലും ഒടിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു.
പക്ഷെ ഞാൻ ഇന്നത് ഒടിച്ച് അതേന്ന് ഒരു ചെറിയ കരിയാപ്പിൻ്റെ തണ്ടും കൂടെ ഒടിച്ചോണ്ട് വന്ന് അതും കൂടെ ചേർക്കുന്നുണ്ടേ. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴും ഓർത്തതാ. പക്ഷെ അവിടുത്തേതും അങ്ങ് ഒരുമാതിരി ആയായിരുന്നു. ഇപ്പൊ ചൂടും ഉണക്കമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കരിയാപ്പെല്ലാം ഒരുമാതിരി ആകാൻ തുടങ്ങി. പയ്യെ പുഴുവൊക്കെ പിടിക്കുന്നു. ഇനിയിപ്പം മഴയൊക്കെ പെയ്ത് തുടങ്ങണം. നല്ല അടിപൊളിയായിട്ട് അതൊന്ന് പൊട്ടിയൊക്കെ കിളുത്ത് വരാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞാൻ വീട്ടിൽ പോയപ്പോഴും എടുത്തില്ല. തൽക്കാലം ഞാൻ ഇവിടുന്ന് ഒരെണ്ണം ഒടിച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പറഞ്ഞിട്ടാ ഓടിച്ചത്. ദൈവത്തെ ഓർത്ത് കരിഞ്ഞു പോയേക്കരുതേന്ന്. അപ്പൊ അനുവാദമൊക്കെ ചോദിച്ചിട്ട് എടുത്തോണ്ട് വലിയ പ്രശ്നമില്ലാതെ പോകുന്നെന്ന് തോന്നുന്നു. ഇപ്പൊ 2 ദിവസമായേ ഒടിച്ചിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് 2 ദിവസത്തെ മുമ്പത്തെ വീഡിയോ ആണോന്ന്. സത്യം പറയട്ടെ, ഇത് 2 ദിവസം മുമ്പ് തക്കാളിക്ക ചാറുണ്ടാക്കിയതാണേ. ശനിയാഴ്ച ഉണ്ടാക്കിയതാ. ഇന്നിപ്പോ തിങ്കളാഴ്ച ആയില്ലേ. ഇത് ഞാൻ സത്യമായിട്ട് വിടാൻ മറന്നു പോയതായിരുന്നു. അല്ലെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് ഇടണോന്ന് വിചാരിച്ചായിരുന്നേ. അന്ന് എഡിറ്റ് ചെയ്ത് വെച്ചതാ. ഇതുവരെ ഓർത്തില്ല, വിട്ടുപോയായിരുന്നു. ഇന്നിപ്പോ ഫോണിന്റെ അകത്ത് തപ്പിയപ്പോഴാ കണ്ടത്. എന്നാ പിന്നെ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ തക്കാളിക്ക ചാറ് കറിക്കകത്തോട്ട് കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മുടെ പരിപാടി അവസാനിച്ചു കേട്ടോ. അപ്പം ചാറ് കറിയായേ. പിന്നെ തലേ ദിവസത്തെ 2, 3 കറികളൊക്കെ മിച്ചം അതെല്ലാം വെച്ചിട്ട് ഇന്നിപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഓൾറെഡി എനിക്ക് തോന്നുന്നു തക്കാളിക്ക ചാറിൻ്റെ കൂട്ടത്തിൽ അന്ന് പയറ് തോരനുണ്ടായിരുന്നു, പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടിയുടെ ഉണ്ടായിരുന്നു, ഉണക്കമീൻ വറുത്തതുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചാറ് കറി മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. അതിപ്പോൾ ഞാൻ തക്കാളിക്ക വെച്ചപ്പോഴത്തേക്ക് അത് ഓക്കെ ആയില്ലേ. അപ്പം തക്കാളിക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കുവാണേ. അപ്പം കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കാര്യമായിട്ടുള്ളത് വേറെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാവേ. ഇപ്പം തൽക്കാലം നിങ്ങൾ ഇങ്ങനെ കണ്ടേച്ചാൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഞാനിട്ടാൽ നിങ്ങൾ ഒറ്റയടിക്ക് കണ്ടു തീരത്തില്ലേ. എനിക്ക് 2, 3 വീഡിയോ ഒക്കെ ഇടേണ്ടതല്ലേ.